ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം കേരളത്തിലും കർണാടകയിലെ അയോഗ്യരാക്കപ്പെട്ട 15 വിമത MLA-മാരുടെ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാടകീയമായ രംഗങ്ങൾക്ക് ശേഷമാണ് 14 മാസത്തെ കോൺഗ്രസ് JDS സഖ്യ സർക്കാരിന്റെ ഭരണത്തെ വിമത MLA-മാരുടെ സഹായത്തോടെ BJP താഴെയിറക്കിയത്. എന്നാൽ പിന്നീട് അധികാരത്തിലേറിയ BJPക്കും പ്രതിസന്ധിയാണ് ഉണ്ടായത്. അധികാരത്തിനു വേണ്ടി യെദ്യൂരപ്പയ്ക്ക് മേൽ വിമത MLA-മാർ സമ്മർദ്ദം ചെലുത്തുമ്പോഴായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. 224 അംഗ നിയമസഭയിൽ 105 അംഗങ്ങളാണ് നിലവിൽ BJPക്കുള്ളത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിച്ചാൽ മാത്രമേ BJPക്ക് ഭരണം നിലനിർത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളെല്ലാം കോൺഗ്രസിന്റെയും JDSന്റെയും ശക്തി കേന്ദ്രങ്ങളാണ് എന്ന ആശങ്കയും BJPക്കുണ്ട്. അതോടൊപ്പം തന്നെ നവംബർ 26-ന് മുൻപ് കർണാടകയിലെ BJP സർക്കാർ താഴെ വീഴുമെന്ന് കോടിമഠത്തിലെ ശിവേന്ദ്ര യോഗി എന്ന സന്യാസി പ്രവചിച്ചിരുന്നു. ഈ പ്രവചനം സത്യമാകുമോ എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും. ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് അയോഗ്യരാക്കപ്പെട്ട MLA-മാരുടെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയിലായിരുന്നു BJP. നേരത്തെ ഉപതെരഞ്ഞെടുപ്പിൽ വിമതരെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു BJPയുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഹർജി ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതിനിടെ 15 മണ്ഡലങ്ങളിലേക്കും മത്സരിക്കാൻ തയ്യാറായി BJPയിൽ നിന്ന് തന്നെ ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം തങ്ങളെ പരിഗണിക്കാതെ BJP സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും വിമതർ നൽകുന്നുണ്ട്. തങ്ങളെ തഴഞ്ഞ് വിമതരെ പരിഗണിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് BJP നേതാക്കളും മുന്നറിയിപ്പ് നൽകി. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടാലും ഉപതെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടാനായില്ലെങ്കിൽ യെദ്യൂരപ്പ സർക്കാർ താഴെ വീഴും. കുറഞ്ഞത് 6 സീറ്റുകളെങ്കിലും BJPക്ക് ലഭിക്കേണ്ടതുണ്ട്. അതേസമയം JDSനും കോൺഗ്രസിനും അഭിമാന പോരാട്ടമാണ് ഇത്തവണത്തേത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനു പിന്നാലെ കർണാടകത്തിൽ കോൺഗ്രസുമായി സഖ്യത്തിനില്ല എന്ന് JDS വ്യക്തമാക്കിയിട്ടുണ്ട്. മുഴുവൻ സീറ്റിലും JDS സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും JDS വ്യക്തമാക്കി. കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ പാഠം പഠിച്ചു. തിരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് നേരിടുമെന്നാണ് JDSന്റെ ട്വീറ്റ്. തിരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് നേരിടണമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസിലും ഉയരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 17 മണ്ഡലങ്ങളിൽ 13ഉം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ദളുമായി വീണ്ടും സഖ്യമുണ്ടാക്കിയാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. അതേസമയം സഖ്യം സംബന്ധിച്ച് അന്തിമ തീരുമാനം സോണിയാഗാന്ധിയുടേതായിരിക്കുമെന്നും PCC അധ്യക്ഷൻ ദിനേശ് ഗുണ്ടറാവു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.